ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായിട്ടുള്ള ആന്റോണിയോ ലോപ്പസ് സെബാസ്റ്റിനെ നമുക്ക് മിസ്റ്റർ ISL എന്ന് വിളിക്കാം. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റാരെക്കാട്ടിലും നേട്ടങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഈ ഒരു സീസണോട് കൂടി പുള്ളി അദ്ദേഹത്തിന്റെ മാനേജീരിയൽ കരിയർ തന്നെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം മടങ്ങി വന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടൊപ്പം തന്നെ കരിയർ അവസാനിപ്പിക്കാനാണ് എന്നാണ് ഇന്നലെ നടന്ന ആ ഒരു ടോക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ എല്ലാവരും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ താരങ്ങൾ എല്ലാവരും വന്നൊരു ചാറ്റ് ഷോ ആയിരുന്നു. അതിനകത്ത് ദിമി വന്ന് മോഹൻ ബഗാനെ കുറിച്ചും പെട്രോസിനെ കുറിച്ചും ഹബാസിനെ കുറിച്ചും പറഞ്ഞു, സുഭാഷിഷ് ബോസ് പറഞ്ഞു, സഹൽ അബ്ദുൾ പറഞ്ഞു. സഹൽ മോഹൻ ബഗാനിലേക്ക് വന്നപ്പോൾ ഓൾറെഡി 2 ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കിട്ടി കഴിഞ്ഞാൽ ട്രബിൾ ആവുകയാണ്. വന്നു ട്രബിൾ ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല, അത് വളരെ വലിയ നേട്ടം തന്നെയാണ്. അപ്പം സുഭാഷിഷ് ബോസും പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾക്ക് ഒരു കേക്ക് ഉണ്ട്, സെലിബ്രേറ്റ് ചെയ്യാൻ കേക്ക് ഉണ്ട്, പക്ഷേ കേക്കിന്റെ മുകളിൽ വെക്കാൻ ഒരു ചെറിയ മാത്രം മതി. ഡ്യൂറന്റ് കപ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കിട്ടി. അതുകൂടാതെ ISL ടൈറ്റിൽ വിന്നേഴ്സ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി അവർ ഷീൽഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഫൈനലിൽ മുംബൈ സിറ്റിയെ തോപ്പിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കപ്പും കൂടി കിട്ടി. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാം അവരുടെ കയ്യിലാവും. പിന്നെ ഹബാസം പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ലാസ്റ്റ് മൊമെന്റ്സ് ആണ് മാനേജീരിയൽ കരിയറിൽ, അത് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടൊപ്പം പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നാളത്തെ മത്സരം തോറ്റാലും ജയിച്ചാലും മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ആവശ്യിക്കാനുള്ളത് തന്നെയാണ്. കാരണം അവർ ഓൾറെഡി 2 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി കിട്ടിയാൽ നാളത്തെ മത്സരം ഒന്നുകൂടി കിട്ടിയാൽ അവർ സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേക്കിന്റെ മുകളിലുള്ള ചെറിയ മാത്രം അതിന് തന്നെ ഒരു മെന്റലി ഡോമിനേറ്റിംഗ് ആണെന്ന് പറയുന്നത്. പിന്നെ സുഭാഷിഷ് ബോസ് ഒരു കാര്യം പറയുന്നത് ലാലിയൻസ് വാല ചാണ്ടിനെ കുറിച്ചാണ്. ലാലിയൻസ് വാല ചാണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ്. പക്ഷേ സോൾട്ട് ലേക്കിലെ മൈതാനത്ത് കളിക്കുമ്പോൾ ഞങ്ങളുടെ എതിരെ നിൽക്കുമ്പോൾ അവൻ അടിഞ്ഞാടാൻ പറ്റില്ല എന്നുകൂടി സുഭാഷിഷ് ബോസ് പറയുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വളരെ ഡിറ്റർമിൻഡ് ആണ്. ദിമി അടുത്ത സീസണിൽ കാണുമെന്ന് തന്നെയാണ് ഇന്നലത്തെ ആ ടോക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫൈനലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ